ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ശ്രുതി അച്ചമ്മയെ മേക്ക് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട് മുറിയിലോട്ട് കൊണ്ടുപോയിരിക്കുവാണ്. പിറന്നാളിന് അച്ചമ്മ നല്ല സുന്ദരി കുട്ടിയായിട്ട് ഒരുക്കണം എന്നാണ് ശ്രുതിയുടെ ആഗ്രഹം. അങ്ങനെ ശ്രുതി മേക്കപ്പ് ചെയ്യാൻ വേണ്ടി അച്ചമ്മേനെ കസേരയിലിരുത്തിയപ്പോഴേക്കും അച്ഛൻ ഓരോരോ വിശേഷങ്ങൾ ശ്രുതിയോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രുതി, നിൻ്റെ അച്ഛൻ ജയിലിലാണെന്ന് പറഞ്ഞായിരുന്നല്ലോ എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി ഒന്ന് ഞെട്ടുവാണേ. പക്ഷേ ശ്രുതി അത് ബാലൻസ് ചെയ്ത് ഒപ്പിച്ച് പറയുന്നുണ്ട്. അത് പിന്നെ അച്ചമ്മേ, എൻ്റെ അച്ഛൻ ചെയ്യാത്ത കുറ്റത്തിന് ജയിലിലാണ്, പാർട്ട്നേഴ്സ് എല്ലാവരും കൂടി ചതിച്ച് എൻ്റെ അച്ഛനെ ജയിലിലിട്ടു എന്നൊക്കെ പറയുവാണേ. അപ്പോഴേക്കും അച്ഛമ്മ പറയുന്നുണ്ട്, ഞാൻ അറിഞ്ഞായിരുന്നു മോളെ, പാവം ഇപ്പം എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോഴേക്കും റിലീസ് ആയോ എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അച്ചമ്മ കേസ് നടന്നുകൊണ്ടിരിക്കുക ഇപ്പോഴും. അപ്പോഴേക്കും അച്ചമ്മ തൻ്റെ വേറൊരു വിശേഷം പറയുവാണേ. ഇന്നത്തെ ദിവസം എല്ലാവരും ഈ വീട്ടിൽ ഒത്തുകൂടുവാണ്, കുടുംബാംഗങ്ങളെല്ലാം. രേവതിയുടെ വീട്ടുകാരും വർഷയുടെ വീട്ടുകാരും എല്ലാവരും വരുന്നുണ്ട്. എന്നാൽ ഞാൻ ഇതുവരെ നിൻ്റെ വീട്ടുകാരെ മാത്രം ഞാൻ കണ്ടിട്ടില്ല. എന്ത് കഷ്ടമാല്ലേന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അത് പിന്നെ അച്ചമ്മയെ അറിയാലോ, അച്ഛൻ ജയിലിലല്ലേ, അതുകൊണ്ടല്ലേ എന്ന് പറയുവാണേ. അപ്പോൾ അച്ചമ്മ പറയുന്നുണ്ട്, അതും ശരിയാ, അമ്മയാണെങ്കിൽ നിൻ്റെ ചെറുപ്പത്തിലെ മരിച്ചു പോയല്ലേ, എത്ര വയസ്സിലാണ് മോളെ അമ്മ മരിച്ചതെന്നൊക്കെ ചോദിക്കുവാണേ. ശ്രുതിക്ക് ഇത് കേൾക്കുമ്പോഴേക്കും ദേഷ്യം വരുവാണേ. എന്നാലും മറുപടി കൊടുക്കുന്നുണ്ട്. എൻ്റെ 14 വയസ്സുള്ളപ്പോഴാണ് അമ്മ മരിച്ചതെന്നൊക്കെ പറയുമ്പോഴേക്കും അച്ചമ്മ വീണ്ടും ചോദിക്കുവാണ്, ശ്രുതി, നിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ഫോട്ടോ എന്തെങ്കിലും ഉണ്ടാവില്ലേ, എനിക്കൊന്ന് കാണിച്ചു തന്നെ, ഞാൻ കണ്ടിട്ടില്ല അവരെ എന്ന് പറയുമ്പോഴേക്കും ശ്രുതി വീണ്ടും, അയ്യോ ഞാൻ പെട്ടല്ലോ, വെറുതെ ഈ അച്ഛമ്മേനെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവരണ്ടായിരുന്നു, ഇതിപ്പോൾ ഞാൻ തന്നെ കുഴിച്ച കുഴിയിൽ ഞാൻ തന്നെ വീണ പോലെ ആയിന്ന് ശ്രുതി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുവാണേ. എന്നിട്ട് പറയുന്നുണ്ട്, ഇല്ല അച്ചമ്മേ, ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോഴേക്കും ഫോട്ടോ ഒന്നും എടുത്തില്ല, അച്ഛനോട് വഴക്കിട്ടാണല്ലോ ഞാൻ വന്നത്, അതുകൊണ്ട് ഒന്നും കൊണ്ടുവന്നില്ല എന്ന് പറയുവാണേ. അപ്പോഴേക്കും അച്ചമ്മ പറയുന്നുണ്ട്, വഴക്കിട്ട് വന്നു എന്ന് പറഞ്ഞിട്ട് സ്വന്തം അമ്മയുടെ ഫോട്ടോ പോലും ഇല്ലേ മോളെ എന്ന് ചോദിക്കുവാണേ. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അമ്മയുടെ ഫോട്ടോ കാണുമ്പോഴോ അമ്മയെപ്പറ്റി വിചാരിക്കുമ്പോഴോ ഞാൻ ഭയങ്കര ഡിപ്രസ്ഡ് ആവാറുണ്ട്, അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അമ്മയുടെ ഫോട്ടോയൊന്നും ഞാൻ സൂക്ഷിക്കാറില്ല എന്ന് പറഞ്ഞിട്ട് ഓരോ കള്ളങ്ങൾ പറഞ്ഞ് ശ്രുതി ഒപ്പിക്കുവാണേ. എന്നിട്ട് അച്ചമ്മേനോട് ചൂടാവുന്നുണ്ട്. അച്ചമ്മക്കൊന്ന് വായി പൂട്ടിയിരിക്കാൻ പറ്റുമെന്ന് ചോദിക്കുവാണേ. കാരണം അല്ലെങ്കിൽ പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ആയിരിക്കും അച്ചമ്മയുടെ വായിൽ നിന്ന് വരുന്നത്. ഇത് കേൾക്കുമ്പോഴേക്കും അച്ചമ്മ ചോദിക്കുന്നുണ്ട്, നീ എന്താ മോളെ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കുവാണേ. അച്ചമ്മ ഞെട്ടിപ്പോവും ശ്രുതി ചൂടാവുമ്പോഴേക്കും. അപ്പോൾ ശ്രുതി പറയുവാണ്, അയ്യോ അല്ല അച്ചമ്മേ, മേക്കപ്പ് ചെയ്യുമല്ലേ, ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നാൽ എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല, മേക്കപ്പ് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ശ്രുതി പറഞ്ഞ് അച്ചമ്മയുടെ വായടപ്പിക്കുവാണേ. പക്ഷെ അച്ചമ്മ വീണ്ടും ചോദിക്കുന്നുണ്ട്, ശ്രുതി, നിനക്ക് അപ്പൂപ്പനും അമ്മമ്മയൊന്നും ഇല്ലേന്ന് ചോദിക്കുവാണ്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അവരും ചെറുപ്പത്തിലെ മരിച്ചുപോയി അച്ചമ്മേ. അല്ല, നിൻ്റെ ഇളയച്ചൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നല്ലോ, പണ്ട് ഇടക്കിടക്കൊക്കെ വരുമായിരുന്നില്ലേ, നാട്ടിലൊക്കെ വന്നില്ലേ, അദ്ദേഹം എവിടെ, അദ്ദേഹത്തെ വിളിക്കായിരുന്നില്ലേ എന്ന് ചോദിക്കുവാണേ. അപ്പോൾ അതിന് മറുപടിയായിട്ട് ശ്രുതി പറയുന്നത്, ഇളയച്ചൻ ഇപ്പോൾ ദുബായിലല്ലേ, ഇളയച്ചൻ അതുകൊണ്ടാണ് വരാത്തതെന്ന് പറയുവാണ്. അപ്പോൾ തന്നെ അച്ചമ്മ പറയുന്നുണ്ട്, എന്തൊരു കഷ്ടമാണ്, നിൻ്റെ ബന്ധമെന്ന് പറഞ്ഞ് ഒരാൾ പോലും ഇല്ലല്ലോ ശ്രുതി ഇവിടെ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വരുമ്പോൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ശരി നിൻ്റെ ഇളയച്ചനൊന്ന് ഫോൺ വിളിച്ച് തന്നെ, ഞാനൊന്ന് സംസാരിക്കട്ടെ എന്ന് പറയുവാണേ. ശ്രുതി വീണ്ടും പെട്ട അവസ്ഥയിലാണ്. അയ്യോ, ഈ അച്ഛമ്മേനോട് എത്ര പറഞ്ഞാലും വായ പൂട്ടിരിക്കാൻ പറഞ്ഞാൽ മനസ്സിലാവുന്നില്ലല്ലോ, എനിക്ക് എന്തൊരു കഷ്ടമാണ്, വെറുതെ കൊണ്ടുവന്നു എന്നൊക്കെ ശ്രുതി ആലോചിക്കുവാണേ. എന്നിട്ട് ശ്രുതി പറയുന്നുണ്ട്, ഇല്ല അച്ഛമ്മേ, ഇളയച്ചൻ ഇപ്പോൾ ബിസി ആയിരിക്കും എന്ന് പറയുവാണ്. അപ്പോൾ അച്ഛമ്മ എന്നിട്ടും വിടുന്നില്ല, ഒന്ന് വിളിച്ച് താമോളെ, ഞാനൊന്ന് സംസാരിക്കട്ടെ എന്ന് പറയുവാണ്. അപ്പോൾ തന്നെ ശ്രുതി വീണ്ടും പറയും, അച്ഛമ്മേ, ഇളയച്ചൻ ദുബായിൽ പല പല ബിസിനസ് നടത്തുമല്ലേ, അപ്പോൾ അതിൻ്റെ കാര്യങ്ങളിലൊക്കെ ബിസി ആയിരിക്കും, ഞാൻ പിന്നീട് ഒരിക്കലും വിളിച്ചു തരാം, ഇപ്പോൾ അച്ഛമ്മ അവിടെ മിണ്ടാണ്ടിരിക്കുന്ന ലിപ്സ്റ്റിക്കൊക്കെ വന്നിടട്ടെ എന്ന് പറയുവാണേ. എന്നിട്ട് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് കൊടുത്തിട്ട് പറയുന്നുണ്ട്, മേക്കപ്പ് കഴിഞ്ഞു, ഇനി അച്ഛമ്മ ഒന്ന് കണ്ണാടി നോക്കിയെന്നൊക്കെ പറയുന്നുണ്ട്. അച്ഛമ്മ കണ്ണാടി നോക്കിയിട്ട് പറയുന്നുണ്ട്, ഇതെന്താ മോളെ, എൻ്റെ മുഖമൊക്കെ നല്ല പളപളാ തിളങ്ങുന്നുണ്ടല്ലോ. അതൊരു സ്പെഷ്യൽ മേക്കപ്പാണ്, ഇത് ഇട്ട് കഴിഞ്ഞാൽ അച്ഛമ്മ ഇപ്പം നല്ല സുന്ദരിയായി ചെറുപ്പമായിട്ട് തോന്നുന്നുണ്ട്, നമുക്കൊരു സെൽഫി എടുത്താലോ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിയും അച്ഛമ്മയും കൂടി ഒരു സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് വീണ്ടും വീട്ടിലെ തിരക്കുകളൊക്കെയാണ്. രവീന്ദ്ര ശ്രീകാന്തിനോട് ചോദിക്കുന്നുണ്ട്, മോനെ, ആ കേക്ക് എടുത്ത് ഫ്രിഡ്ജിൽ വെക്കായിരുന്നില്ലേ, തണുത്ത് വെള്ളമായി പോയില്ലെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട്, ഇല്ലച്ച, ഇത് ഞാൻ അച്ചമ്മക്കായിട്ട് വേണ്ടി ഉണ്ടാക്കിയ സ്പെഷ്യൽ കേക്കല്ലേ, ഇതങ്ങനെ വെള്ളമൊന്നും ആവത്തില്ല എന്ന് പറയുവാണേ. അപ്പോഴേക്കും നമ്മുടെ രവീന്ദ്രൻ്റെ സുഹൃത്തുണ്ടല്ലോ, അദ്ദേഹം വരുവാണ്. എല്ലാ ഫംഗ്ഷനൊക്കെ അറ്റൻഡ് ചെയ്യുന്ന ഗംഗാധരൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടല്ലോ, അദ്ദേഹം കുറച്ച് അമ്പലത്തിൽ ശാന്തിക്കാരന്മാരെയും കൊണ്ടൊക്കെ വരുവാണ്, പൂജാരികളെയും കൊണ്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോഴേക്കും അച്ചമ്മ ചോദിക്കുന്നുണ്ട്, ഇന്നെന്താടാ ഇവിടെ വല്ല പൂജകളും ഉണ്ടോ എന്ന് ചോദിക്കുവാണ്. അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, അച്ചമ്മേ, അമ്മേ 80 വയസ്സ് വരെ ജീവിച്ചിരിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ
വലിയ കാര്യമാണ്. അപ്പോൾ അമ്മയ്ക്ക് വേണ്ടി ചെറിയൊരു പൂജ നടത്താൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചു എന്ന് പറയുവാണ്. അപ്പോഴേക്കും അച്ഛമ്മ പറയുന്നുണ്ട്, എന്തിനാടാ മോനെ ഇതൊക്കെയെന്ന് ചോദിക്കുമ്പോഴേക്കും, പിന്നെ ഇത്രയും വയസ്സ് വരെ ജീവിക്കുന്നത് വെറുതെ നിസ്സാര കാര്യമാണോ? അമ്മ കാരണമാണ് ഇപ്പോഴും ഈ കുടുംബം ഇങ്ങനെ നിലനിന്ന് പോകുന്നത്. അമ്മയാണ് ഇതിനെല്ലാം കാരണം എന്നൊക്കെ രവീന്ദ്രൻ അച്ഛമ്മയെ നല്ലോണം പുകഴ്ത്തുന്നുണ്ട്. ഇത് കാണുമ്പോഴേക്കും നമ്മുടെ ചന്ദ്രക്ക് പിടിക്കുന്നൊന്നുമില്ല. അപ്പോൾ ഗംഗാധരൻ ചോദിക്കുന്നുണ്ട്, അല്ല അമ്മേനെ പണ്ട് കണ്ടതിനേലും ഇപ്പോൾ പ്രായം കുറഞ്ഞ പോലെ തോന്നുവാണല്ലോ, പ്രായം കൂടുന്നില്ലേ, മുഖമൊക്കെ നല്ല ചെറുപ്പമായല്ലോ എന്ന് പറയുമ്പോഴേക്കും അച്ഛമ്മ പറയുന്നുണ്ട്, രവീന്ദ്ര അതൊക്കെ നിൻ്റെ ഈ മൂത്ത മരുമോളുടെ പണിയാണ്, എന്നെ മേക്കപ്പ് ചെയ്ത് ഇപ്പോൾ ചെറുപ്പമാക്കി വെച്ചിരിക്കുക എന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, എങ്ങനെയുണ്ട് മേക്കപ്പ്, അച്ഛമ്മ ഇപ്പം നല്ല സുന്ദരി ആയിട്ടില്ലേ എന്ന് ചോദിക്കുവാണ്. അപ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, എൻ്റെ അച്ഛമ്മ മേക്കപ്പ് ചെയ്തില്ലെങ്കിലും നല്ല സുന്ദരിയാണ്, അച്ഛമ്മയുടെ മനസ്സിൻ്റെ നന്മയാണ് ആ മുഖത്ത് പ്രകാശിക്കുന്നത്, അതുകൊണ്ട് അച്ഛമ്മക്ക് മേക്കപ്പിൻ്റെ ഒരാവശ്യമില്ല, അതില്ലാതെ തന്നെ എൻ്റെ അച്ഛമ്മ നല്ല ഭംഗിയാണെന്നൊക്കെ രേവതി സൂചിപ്പിക്കുന്നുണ്ട്. ഇത് കാണുമ്പോഴേക്കും ശ്രുതിക്കൊന്നും പിടിക്കുന്നില്ല. അപ്പോൾ അച്ഛമ്മ പറയുന്നുണ്ട്, കണ്ടില്ലേ എൻ്റെ മരുമോൾ എങ്ങനെയാണ് എന്നെപ്പറ്റി നല്ല ബുദ്ധിയോടെ സംസാരിക്കുന്നതെന്ന് കണ്ടില്ലേ എന്നൊക്കെ പറയുവാണ്. അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, ഞാനും അവളോട് 100% യോജിക്കുന്നു, എൻ്റെ അച്ഛമ്മയ്ക്ക് എൻ്റെ അമ്മയ്ക്ക് ഒരു മേക്കപ്പിൻ്റെയും ആവശ്യമില്ല എന്ന് രവീന്ദ്രൻ പറയുവാണേ. ഈ ലോകസുന്ദരി എന്നൊക്കെ പറയില്ലേ, എൻ്റെ കണ്ണിൽ അതെൻ്റെ അമ്മയാ, എന്ത് സുന്ദരിയാ എൻ്റെ അമ്മ എന്നൊക്കെ പറയുവാണ്. അപ്പോഴേക്കും ചന്ദ്രയുടെ മുഖമൊക്കെ മാറുവാണ്. അപ്പോൾ നമ്മുടെ ശ്രുതി ചോദിക്കുന്നുണ്ട്, എന്താ അച്ഛാ അപ്പം ഞങ്ങളുടെ അമ്മ സുന്ദരിയല്ലേ എന്ന് ചോദിക്കുവാണേ. അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു, ആരായാലും ശരി എല്ലാവരും എൻ്റെ അമ്മ കഴിഞ്ഞിട്ടേ ഉള്ളൂ, എൻ്റെ അമ്മയാണ് ഏറ്റവും നല്ല സുന്ദരി എന്നൊക്കെ രവീന്ദ്രൻ പറയുന്നുണ്ട്. ചന്ദ്രക്ക് ഇത് കേട്ട് ദേഷ്യം വരുന്നുണ്ട്. ചന്ദ്ര പറയുന്നുണ്ട് സുധീനോട്, നിന്നോട് ആരെങ്കിലും ഇപ്പം എന്തെങ്കിലും ചോദിക്കാൻ പറഞ്ഞു സുധി, അവിടെ മിണ്ടാതിരിക്കുകയെന്ന് പറഞ്ഞ് സുധി അവിടെ ഇരുത്തുവാണ്. വർഷ പറയുന്നുണ്ട്, അച്ഛമ്മേ നമുക്ക് ഈ സാരി മാറ്റി ബർത്ത്ഡേ ആയിട്ട് വല്ല ചുരിദാറോ അല്ലെങ്കിൽ വല്ല ഫ്രോക്കോ ഗൗണോ അങ്ങനെ എന്തെങ്കിലും ഇട്ടോടെ, അപ്പോൾ ഒന്നുകൂടെ ചെറുപ്പമായിട്ട് നല്ല സുന്ദരിയായിട്ട് ഉണ്ടാവും എന്ന് പറയുവാണ്. അപ്പോൾ അച്ഛമ്മ പറയുന്നുണ്ട്, ഒന്ന് പോയ മോളെ, ഈ മേക്കപ്പ് ഇട്ടിട്ട് തന്നെ എനിക്ക് എന്തോ പോലെ, ആ ഡ്രസ്സൊന്നും എനിക്ക് ചേരത്തില്ല ഇല്ലേടാന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട്, അച്ഛമ്മ ഒരു വാക്ക് പറഞ്ഞാൽ ഞാൻ ഇപ്പം പോയി മേടിച്ചോണ്ടും വരും എന്ന് പറയുവാണ്. അപ്പോഴേക്കും അച്ഛമ്മ പറയുന്നുണ്ട്, നീ വെറുതെ ഇരി ശ്രീകാന്ത്, എനിക്കതൊന്നും വേണ്ടാന്ന് പറയുവാണ്. അപ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, ബർത്ത്ഡേ സ്പെഷ്യലായിട്ടൊന്നും ഇട അച്ഛമ്മേന്നൊക്കെ പറഞ്ഞ് അച്ഛമ്മേനെ ഇങ്ങനെ സന്തോഷിപ്പിക്കുവാണ്. അപ്പോഴേക്കും പൂജാരികളൊക്കെ എല്ലാം സെറ്റ് ചെയ്തിട്ട് വരുവാണ്. വാ എല്ലാം റെഡി ആയിട്ടുണ്ടെന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ അച്ഛമ്മയും വിളിച്ച് അവിടെ കൊണ്ട് ഇരുത്തുവാണ്. അപ്പോൾ അച്ഛമ്മ ചോദിക്കുന്നുണ്ട്, സച്ചി എന്താടെ ഇതുവരെ വരാത്തെന്ന് ചോദിക്കുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട്, ഓ അവൻ ഇതുവരെ വന്നില്ലല്ലോ, രേവതി ഒന്ന് വിളിച്ചു നോക്കിയെന്ന് പറയുമ്പോഴേക്കും രേവതി വിളിക്കുന്നുണ്ട്. പക്ഷേ സച്ചി ഫോൺ എടുക്കുന്നില്ല. അപ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, അവൻ ഫോൺ എടുക്കില്ല, എടുക്കാൻ പറ്റിയ അവസ്ഥയിലൊന്നും ആയിരിക്കില്ല, ഏത് കോലത്തിലാണെന്ന് ആർക്കറിയാം, എനിക്ക് തോന്നുന്നു അവൻ ബർത്ത്ഡേ പുറത്തടിച്ചു പൊളിച്ച് ആഘോഷിക്കുവാന്ന് തോന്നുന്നു എന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, അമ്മ ഒന്ന് വെറുതെ ഓരോന്നൊക്കെ ആലോചിച്ച് പറയല്ലേ, സച്ചേട്ടൻ ചിലപ്പോൾ അത്യാവശ്യത്തിന് വല്ല ദൂരയാത്രക്കൊക്കെ പോയിരിക്കുമായിരിക്കും എന്ന് പറയുവാണ്. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, എന്ത് അത്യാവശ്യം രേവതി, അച്ഛമ്മയുടെ പിറന്നാളിഞ്ഞാലും വലിയ അത്യാവശ്യം സച്ചിക്കുണ്ടോ? അത് തന്നെ, ഇത്രയും വലിയ ബിസിനസ്മാനായ ഞാനിവിടെ ലീവ് എടുത്ത് വന്നിരുന്നില്ലേ, പിന്നെ അവന് വന്നാൽ എന്താന്നൊക്കെ ശ്രുതിയും ചോദിക്കുവാണേ. എന്നിട്ട് അമ്പലത്തിലെ ആളുകളൊക്കെ പൂജ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് അവൻ വരട്ടെ എന്നൊക്കെ പറയുവാണ് രവീന്ദ്രൻ. എന്നിട്ട് അച്ഛമ്മയെ അവിടെ ഇരുത്തിയിട്ട് പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ രേവതിക്ക് മനസ്സിൽ ടെൻഷനാണ്, ഭയങ്കര സങ്കടമുണ്ട്. ഈ സച്ചിയേട്ടൻ ഇത് എവിടെ പോയി എന്ന് പറഞ്ഞ് പുറത്തോട്ട് നോക്കി നിൽക്കുവാണ് രേവതി. അങ്ങനെ പൂജകളൊക്കെ കഴിയുമ്പോഴേക്കും എല്ലാവരോടുമായിട്ട് അവർ പറയുന്നുണ്ട്, ഇനി അമ്മയുടെ അനുഗ്രഹമൊക്കെ എല്ലാവരും മേടിച്ചോളൂ എന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രനും ചന്ദ്രയും കൂടി ഒന്നിച്ച് കാല് തൊട്ട് വണങ്ങി അച്ഛമ്മയുടെ അനുഗ്രഹം മേടിക്കുന്നുണ്ട്. അതുപോലെ ഓരോരുത്തരും മേടിക്കുന്നുണ്ട്. ലാസ്റ്റ് രേവതിയോട് വന്ന് അനുഗ്രഹം മേടിക്കാൻ പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടനും കൂടി വരട്ടെ അച്ഛാന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുവാണ്, സച്ചി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാൻ നിന്നാ നിനക്ക് അച്ഛമ്മയുടെ അനുഗ്രഹമൊന്നും കിട്ടാൻ പോകുന്നില്ല, വേണമെങ്കിൽ പോയി മേടിക്കുമെന്ന് പറയുവാണ്. അപ്പോഴേക്കും അച്ഛമ്മ പറയും, വെറുതെ ഇരു ശ്രുതി, ഏതായാലും സച്ചി വരട്ടെ, സച്ചി വന്നിട്ട് ഞാൻ അവർ രണ്ടുപേരും കൂടി ഒന്നിച്ച് അനുഗ്രഹിച്ചോളാം എന്നൊക്കെ അച്ഛമ്മ പറയുവാണ്. അത് കഴിഞ്ഞിട്ട് വർഷ പറയുന്നുണ്ട്, വാ നമുക്കിനി എല്ലാവർക്കും ഒരു ബർത്ത്ഡേ സ്പെഷ്യൽ സെൽഫി എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ചന്ദ്ര ശ്രുതിയോട് പറയുന്നുണ്ട് മാറ്റി നിർത്തിയിട്ട്, എടാ കണ്ടില്ലേ, നിൻ്റെ അച്ഛൻ അമ്മയ്ക്ക് വേണ്ടി ഒന്നും ഗിഫ്റ്റൊന്നും മേടിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ചെയ്തു വെച്ചിരിക്കുന്നതൊക്കെ കണ്ടില്ലേ, എന്ത് ഗംഭീരമായിട്ട് അച്ഛമ്മയുടെ മനസ്സിനെ സ്വാധീനിച്ചത്. അവർക്കറിയാം അമ്മയ്ക്ക് ഇങ്ങനത്തെ പൂജയും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെന്ന്, അതുകൊണ്ട് ആ സ്പെഷ്യൽ ഗിഫ്റ്റ് അച്ഛൻ അടിച്ചു മാറ്റാനുള്ള അടവാ. എന്തെങ്കിലും ആവട്ടെ, അച്ഛനെ കിട്ടിയാൽ അത് എനിക്ക് കിട്ടിയതുപോലെ തന്നെയാണല്ലോ എന്നൊക്കെ ചന്ദ്ര പറയുവാണ്. ഇത് കേൾക്കുമ്പോഴേക്കും ശ്രുതി ഇങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കുവാണ്. ശ്രുതിയുടെ മനസ്സിൽ ശ്രുതിക്ക് ആ സ്പെഷ്യൽ ഗിഫ്റ്റ് അച്ഛമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടും എന്നായിരുന്നല്ലോ. പിന്നെ കാണിക്കുന്നത് സച്ചിയും മീച്ചയും കൂടി ഇങ്ങനെ നടക്കുവാണ്
കാറിൽ കറങ്ങി നടക്കുവാണേ. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ അച്ചമ്മ രേവതി അന്വേഷിച്ച് നടക്കുവാണേ. രേവതിയാണെങ്കിൽ അടുക്കളയിൽ നല്ല പാചകത്തിലാണ്. അപ്പോൾ അച്ചമ്മ ചോദിക്കുന്നുണ്ട്, എന്താ മോളെ ഈ വീട്ടിൽ നീ മാത്രമേ ഉള്ളൂ പാചകം ചെയ്യാൻ വേണ്ടി? മോള് പോയി റെഡി ആയിക്കേ, ഇപ്പോഴും ഈ വേഷത്തിൽ തന്നെ നിൽക്കുവാണോ എന്ന് ചോദിക്കുമ്പോഴേക്ക് രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടൻ വരട്ടെ അച്ചമ്മേ, എന്നിട്ട് ഞാൻ റെഡി ആയിക്കോളാം, അപ്പോഴേക്കും ഈ പാചകമൊക്കെ തീരുമല്ലോ എന്ന് പറയുവാണ്. അപ്പോൾ അച്ചമ്മ പറയുന്നുണ്ട്, ഞാൻ വന്നപ്പോൾ തൊട്ട് ശ്രദ്ധിക്കുക, നിങ്ങൾ തമ്മിൽ വഴക്കിട്ടോ? സച്ചിയുടെ മുഖത്തൊരു സന്തോഷമില്ല, വരുമ്പോൾ തന്നെ എന്നെ കാണുമ്പോൾ എടുത്ത് പൊക്കുന്നവനാ. നീയാണെങ്കിലോ ഇതുവരെ റെഡി ആവാതെയും നിൽക്കുന്നു. നിങ്ങൾ തമ്മിൽ വഴക്കിട്ടോ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ മോളെ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, അതൊന്നുമില്ല അച്ചമ്മേ എന്ന് പറയുവാണേ. അപ്പോൾ അച്ചമ്മ പറയുന്നുണ്ട്, എന്തായാലും മോള് പോയി റെഡിയാവും, മുഖമൊക്കെ കഴുകി വേറെ സാരിയൊക്കെ കൊടുത്തിട്ടും വാ എന്നൊക്കെ പറയുവാണേ. പാചകമൊക്കെ ബാക്കി ഇവിടെയുള്ള ആൾക്കാരൊക്കെ നോക്കിക്കോളും, മോള് പോന്ന് പറഞ്ഞ് രേവതിയെ പറഞ്ഞു വിടുമ്പോഴേക്കും നമ്മുടെ ചന്ദ്ര വരുവാണേ. രേവതി അടുക്കളയിലെ പണിയൊക്കെ കഴിഞ്ഞോന്നും ചോദിച്ചു വരുവാണ്. ഇത് കേൾക്കുമ്പോഴേക്കും അച്ചമ്മക്ക് ദേഷ്യം വരുന്നുണ്ടേ. അച്ചമ്മ പറയുന്നുണ്ട്, അവൾക്ക് 10 കൈയൊന്നുമില്ല ചന്ദ്രേ, നീ എന്താ അവളെ സഹായിക്കാനൊന്നും വരാത്തത്? ഇങ്ങനെ നടക്കുവാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നൊക്കെ പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, അല്ലമ്മേ അടുക്കളയിലെ കാര്യങ്ങളൊക്കെ അവളല്ലേ നോക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ. അപ്പോൾ അച്ചമ്മക്ക് ദേഷ്യം വരും, അവൾ മാത്രം നോക്കണമെന്നില്ല, ഇവിടെ വേറെ ആൾക്കാരുണ്ടല്ലോ. എടാ സുധി, നിന്റെ ഭാര്യ എന്തേ? അവൾ അടുക്കളയിലെ കാര്യങ്ങളൊന്നും ചെയ്യില്ലേ, പാചകം ചെയ്യില്ലേ അവളൊന്ന് ചോദിക്കുമ്പോഴേക്കും സുധി പറയുന്നുണ്ട്, അല്ല അവൾക്ക് ബ്യൂട്ടീഷ്യനല്ലേ, അവൾക്ക് പാചകമൊന്നും അങ്ങനെ വരത്തില്ല എന്ന് പറയുമ്പോഴേക്കും അച്ചമ്മ പറയുന്നുണ്ട്, മേക്കപ്പ് ഒക്കെ നല്ലോണം ചെയ്യുന്നുണ്ടല്ലോ, അതുപോലെ തന്നെ അവൾക്ക് പാചകവും ചെയ്യാൻ പഠിച്ചാൽ എന്താ? എന്നിട്ട് ചന്ദ്രൻ നീ കയറി ചെയ്തേ, മോളെ രേവതി നീ പോയി റെഡി ആയിട്ടൊക്കെ വരാൻ നോക്കിക്കേ, ചന്ദ്ര ചെയ്താൽ മതി. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, അമ്മയുടെ പിറന്നാളായിട്ട് എനിക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിയും കണ്ടും ചെയ്യാനൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ അച്ചമ്മ സമ്മതിക്കുന്നില്ലേ. പിന്നെ ഞാൻ വന്നപ്പോൾ തൊട്ട് കാണുക, നീ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുക, ചന്ദ്രയെ വെറുതെ ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കാതെ നീ അടുക്കളയിൽ കയറ്, മോളെ രേവതി നീ പോയി റെഡി ആയിട്ടും വാ എന്ന് പറഞ്ഞ് രേവതിയെ വിടുവാണേ. അപ്പോൾ രേവതി റെഡിയാവാൻ പോകുമ്പോഴേക്കും അപ്പോഴാണ് അച്ചമ്മ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്, നീ അവിടെ നിന്നെ ഒന്ന് രേവതി എന്ന് പറഞ്ഞ് രേവതിയെ നിർത്തുവാണേ. നീ എന്താ ആഭരണങ്ങളൊന്നും ഇടാത്തെ? ഞാൻ വന്നപ്പോൾ തൊട്ടോ ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കുക, നിന്റെ കഴുത്തിലും കയ്യിലൊന്നും ഒന്നുമില്ലല്ലോ, ബാക്കിയുള്ളവരൊക്കെ ആഭരണങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്, നീ മാത്രം എന്താ ആഭരണങ്ങളൊന്നും ഇടാതെ നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി ചന്ദ്ര ഇങ്ങനെ നോക്കുവാണേ. അപ്പോഴേക്കും അച്ചമ്മ ചോദിക്കും, എന്താ അവൾ നിനക്ക് നിന്റെ ആഭരണങ്ങളൊന്നും തിരിച്ചു തന്നില്ലേ മോളെ എന്ന് ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര പറയും, അയ്യോ അതൊക്കെ ഞാൻ എപ്പോഴേ കൊടുത്തു. എന്നാൽ പിന്നെ എന്താ നീ നോക്കി നിൽക്കുന്നേ, പോയി ഇട്ടോണ്ടും വാ എന്ന് പറയാം, പോയി റെഡി ആയിട്ട് വാ, എല്ലാവരും ഇട്ടിട്ടുണ്ട്, മോളും നല്ല സുന്ദരിയായിട്ട് റെഡി ആയിട്ട് വാ എന്നൊക്കെ പറയുവാണേ. അപ്പോഴേക്കും ചന്ദ്രക്ക് ഭയങ്കര ടെൻഷൻ ഇങ്ങനെ കയറി നിൽക്കുവാണ്. രേവതിയും അവരെ നല്ലോണം തറപ്പിച്ച് നോക്കിയിട്ടൊക്കെ പോവുകയാണ്. അപ്പോൾ അച്ചമ്മ പറയുന്നുണ്ട്, നിങ്ങൾ എന്തെങ്കിലും നോക്കി നിൽക്കുന്നത്, ചന്ദ്രേ പോയി അടുക്കളയിലെ പണി നോക്കുമെന്ന് പറഞ്ഞ് ചന്ദ്രയും വിടുന്നുണ്ട്. സുധി ചന്ദ്രനോട് ചോദിക്കുന്നുണ്ട്, അമ്മേ രേവതി ആ ആഭരണങ്ങളൊക്കെ ഇട്ട് വരുമ്പോൾ അച്ചമ്മ അത് കവറിങ് ആഭരണങ്ങളാണെന്ന് കണ്ടുപിടിക്കില്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, എൻ്റെ സുധി നീ ആ വായൊന്നടച്ച് മിണ്ടാതിരിക്ക്, നിന്റെ വായിന്ന് തന്നെ ഇതെല്ലാവരും കേട്ട് മനസ്സിലാക്കുമെന്ന് തോന്നുന്നു, നീ ഇവിടെ നിന്ന് പൊയ്ക്കേന്ന് പറഞ്ഞിട്ട് സുധിയെ പറഞ്ഞു വിടുവാണേ. ചന്ദ്രയാണെങ്കിൽ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുവാണ്. ഇത്രയും കാണിച്ചുകൊണ്ടാണ് നാളത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചെമ്പനീർപ്പൂവിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.